ചാമ്പ്യൻസ് എത്തിക്കഴിഞ്ഞു. ഇനി മുംബൈ അവരെ വെൽക്കം ചെയ്യുകയാണ്. വിശ്വകിരീടം നേടിയ വീരന്മാർ മുംബൈയിലേക്ക് വാങ്ഡയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വിക്ടറി പരേഡ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഒരു ജനസാഗരം തന്നെ മുംബൈയിൽ ഇപ്പോൾ ഉണ്ട്. ആരാധകരെല്ലാം അവിടെ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയാണ് മുംബൈയിൽ. പക്ഷെ ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് അത്രയധികം ആളുകൾ ടീം ഇന്ത്യയെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിക്ടറി പരേഡ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. തുറന്ന ബസ്സിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം ക്രിക്കറ്റ് താരങ്ങളും പരിശീലകരും സപ്പോർട്ടിംഗ് സ്റ്റാഫും താരങ്ങളുടെ കുടുംബാംഗങ്ങളും ഒക്കെ വിമാനത്താവളത്തിൽ വന്നിറങ്ങി കഴിഞ്ഞു. ഇനി തുറന്ന ബസ്സിലേക്ക് കയറി വിക്ടറി പരേഡ് ആരംഭിക്കാനുള്ള ആ കാത്തിരിപ്പാണ്. അല്ലേ റജിൽ? മനോഹരമായ ഒരു കാഴ്ചയാണെന്ന് നോക്കൂ. മുംബൈ ഈ താരങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ചത്. ഒരു ഭാഗത്ത് സമുദ്രമാണെങ്കിൽ മറുഭാഗത്ത് ജനസമുദ്രമാണ്. റോഡിനിരുവശത്തുമായി ഒരു മനുഷ്യ മതിൽ പോലെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ ഈ താരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കുറച്ചധികം നേരമായി മുംബൈയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ കണ്ട ആവേശ കാഴ്ചയ്ക്ക് അതിൽ ഇരട്ടിയോളം വരുന്ന അല്ലെങ്കിൽ അതിനുമപ്പുറം വരുന്ന ഒരു ജനസാഗരം തന്നെയാണ് വിശ്വം വിജയിച്ചെത്തുന്ന ടീം ഇന്ത്യയെ കാത്ത് മുംബൈയിലെ തെരുവുകളിൽ കാത്തിരിക്കുന്നത്. അവർക്ക് നടുവിലേക്കാണ് ഈ താരങ്ങൾ ഇനി വന്നിറങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ വിക്ടറി പരേഡ് ആരംഭിക്കും. അത് നരിമാൻ പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം മറൈൻ ഡ്രൈവ് വഴി വാങ്കഡയിലേക്കാണ് ആ യാത്ര പോകുന്നത്. അത് എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാകും ഇന്ന്. മത്സരം നടന്നതിന് ആ ദിവസത്തേതിന് സമാനമായ ഒരു ആവേശം ഇന്നുമുണ്ട്. അത് ഓരോ ക്രിക്കറ്റ് പ്രേമികളുടെയും വാക്കുകളിൽ അത് പ്രകടവുമാണ്. ഇന്ത്യ ലോക ചാമ്പ്യന്മാരായാണ് വരുന്നത്. ഏറെക്കാലമായി ഒരു ICC ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് കപ്പ് നേടാൻ കഴിഞ്ഞിട്ട് ആ കാത്തിരിപ്പിനെല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് രോഹിത് ശർമ്മയും സംഘവും ബാർബഡോസിൽ രണ്ടാം 2020 കിരീടം ഉയർത്തിയത്. ആ അഭിമാനത്തോടെ തന്നെയാണ് താരങ്ങൾ രാജ്യത്ത് വിമാനമിറങ്ങിയത്. ആ ആവേശം അവർക്ക് എത്രത്തോളം അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു ആദരം അത് അത്രത്തോളം ഉയർത്തിക്കാണിക്കാൻ ഇന്ത്യയിലെ ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ജയിച്ച ആ നിമിഷം മുതൽ തന്നെ രാജ്യം ഉറങ്ങാതെ കാത്തിരുന്ന ദിവസമായിരുന്നു ആ കടന്നുപോയത്. അതിനുശേഷം ടീമിൻ്റെ വരവും അതേപോലെ ആഘോഷമാക്കി തീർക്കുകയാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകരും. നേരത്തെ ഡൽഹി നൽകിയ കാഴ്ച അല്ലെങ്കിൽ ഡൽഹി നൽകിയ ആവേശ വരവേൽപ്പ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സമാനമായ രീതിയിൽ മുംബൈ വലിയ രീതിയിൽ ഒരു വരവേൽപ്പ് ടീം ഇന്ത്യക്ക് നൽകിയിരിക്കുന്നു. വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ താരങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മൾ കണ്ടു. അതൊരു ആവേശമായിരുന്നു. അത് അത്രത്തോളം ആഹ്ലാദം നൽകുന്ന നിമിഷം കൂടിയായിരുന്നു. താരങ്ങൾ ജനങ്ങൾക്കിടയിലൂടെ ബസ്സിലേക്ക് കയറിയിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അപ്പം വിക്ടറി ബസ്സിലേക്ക് അവർ കയറി കഴിഞ്ഞിട്ടുണ്ട്. റജിൽ ചാമ്പ്യൻസ് 2024 എന്നെഴുതിയ ബസ്സിലേക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബസ്സിലേക്ക് ഇന്ത്യൻ ടീം ഇന്ത്യ കയറി കഴിഞ്ഞു. യാത്ര ആരംഭിക്കുകയാണ്. വിക്ടറി പരേഡ് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും മാറിയ രണ്ട് താരങ്ങൾക്കൊഴികെ മറ്റെല്ലാ താരങ്ങൾക്കും ഇന്ത്യൻ താരങ്ങൾക്കും ഇതൊരു പുതു അനുഭവം തന്നെയാണ്. കാരണം 2007 ഇന്ത്യ 2020 ആദ്യ കിരീടം ഉയർത്തുമ്പോൾ ആ ടീമിൽ ഇന്നത്തെ നായകനായ രോഹിത് ശർമ്മയുണ്ടായിരുന്നു. അന്ന് മുംബൈയിലേക്ക് വിമാനമിറങ്ങിയവരുടെ കൂട്ടത്തിൽ രോഹിത് ശർമ്മയുണ്ടായിരുന്നു. അന്ന് ധോണിക്ക് പിന്നിലായി രോഹിത് ശർമ്മ ഉണ്ടായിരുന്നു. ആ കാഴ്ച നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം 2011 ഇന്ത്യ ഏകദിന ലോക ചാമ്പ്യന്മാരായ ഘട്ടത്തിലും അന്ന് ഇപ്പോൾ ടീമിലുള്ള വിരാട് കോഹ്ലി അന്ന് ലോക ചാമ്പ്യന്മാരായ ഘട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് താരങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു അനുഭവം മുംബൈ നൽകിയ അനുഭവം അവർക്ക് മുന്നിലുണ്ട്. മറ്റെല്ലാ താരങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവം തന്നെയാണ്. ഏറെക്കാലത്തെ കിരീട വരൾച്ചയ്ക്ക് ശേഷമാണ് ICC ടൂർണമെൻറ്റിൽ ഇന്ത്യ കിരീടം നേടുന്നത്. ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് അഭിമാനകരമായ ഒരു നേട്ടത്തിലേക്ക് ഇന്ത്യ എത്തുന്നു. ആ നേട്ടം രാജ്യം ഇത്രത്തോളം ആവേശമാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഈ കാത്തിരിപ്പിന് ഒരുപാട് നിരാശയുടെയും ഒക്കെ കഥകൾ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ കിരീട നേട്ടം അത് അത്രത്തോളം രാജ്യം ആവേശകരമായി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ മുംബൈയിലേക്ക് കാണുന്നത്. ജനനിബിഡമാണ് മുംബൈയിലെ തെരുവുകൾ. ആ ജനസഞ്ചയത്തിന് നടുവിലൂടെയാണ് ഇപ്പോൾ താരങ്ങൾ തുറന്ന ബസ്സിലേറി വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത്. അവർക്കൊരു ബിഗ് സല്യൂട്ട്. പക്ഷേ ആ മഴയെയും ആ കാലാവസ്ഥയും ആ പ്രതികൂല കാലാവസ്ഥയൊക്കെ അവഗണിച്ചുകൊണ്ട് കനത്ത മഴയിലും ആവേശക്കൂടെ ചൂടുകയാണ് ക്രിക്കറ്റ് ആരാധകർ. മുംബൈ മറൈൻ ഡ്രൈവ് ഒരു മനുഷ്യ സാഗരമായി, അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറിയിരിക്കുകയാണ്.
രജൽ ശ്രദ്ധിച്ചു എന്നറിയില്ല, ഏറ്റവും രസകരമായി തോന്നിയത് ആ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ കപ്പ് ഉയർത്തിക്കൊണ്ടുള്ള ഹാർദിക് പാണ്ഡ്യയുടെ ആക്ഷനാണ്. അത്രയും സന്തോഷം ആ മുഖത്തുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ഫൈനൽ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട താരവും ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. ആ അവസാന ഓവർ അതാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. അവസാന ഓവറിൽ ആദ്യത്തെ പന്ത് അതാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്.